സാധനം ഓർഡർ ചെയ്തിട്ട് ഞാനിങ്ങനെ കയ്യിൽ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല സാധനം, നമ്മളുടെ പ്ലാന്റ് സ്പ്രേ ബോട്ടിൽ ഉണ്ടല്ലോ അതാണ്. ഇതേപോലത്തെ ഇങ്ങനെ ഈ പമ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്പ്രേ ബോട്ടിൽ എനിക്ക് വാങ്ങണം എന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജിമ്മിൽ പോയിട്ട് വന്നപ്പോൾ ഈ ഒരു പാക്കേജ് കണ്ടുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഇത് പൊട്ടിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. അപ്പം നമ്മളിതാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഉഗാവോ ബ്രാൻഡിൻ്റെ ആണ്. 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഉഗാവോ ബ്രാൻഡ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അവരുടെ ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മീലി ബഗിൻ്റെ സ്പ്രേ അത് ഞാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നേരത്തെ അത്യാവശ്യം നല്ലൊരു ബാൽക്കണി ഗാർഡൻ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ശ്രദ്ധക്കുറവ് മൂലം ബാൽക്കണി എല്ലാം ഇപ്പോൾ അലമ്പായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ള പ്ലാന്റ്സിനെയൊക്കെ നമുക്കൊന്ന് നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്ത് ഒന്ന് നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കാം എന്ന് വിചാരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോരോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിപ്പോൾ ഇൻഡോർ പ്ലാന്റും കൂടെ ഞാനിവിടെ ഇടയ്ക്ക് കൊണ്ടുവന്ന് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ബാൽക്കണി വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ബാൽക്കണിയിൽ ചെടി വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം. ഈ പമ്പ് നമ്മൾ ആദ്യം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. ബാക്കിലൊരു ബട്ടൺ ഉണ്ട്, അതിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്യും കേട്ടോ. എനിക്കിത് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ലീഫിൽ, അതായത് മണി പ്ലാന്റ്സിനൊക്കെ നമ്മൾ ഇതേപോലെ ഡെയിലി സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ പ്ലാന്റ്സിൻ്റെയൊക്കെ ലീഫിലുണ്ടാകുന്ന പൊടിയൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് ഇതേപോലെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ്. ഇതെനിക്ക് ഞാൻ വാങ്ങിക്കുന്ന സമയത്തിന് 299 ആയിരുന്നു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പ്രൈസ് കൂടിയിട്ടുണ്ട്. എന്തായാലും ഇത് നമുക്ക് പല രീതിയിൽ, ഇതിപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന പോലെ ആക്കാം. കുറച്ചും കൂടെ പ്രഷർ നമുക്ക് കൂട്ടാം. ഫ്രണ്ട് സൈഡ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ നമുക്ക് കുറച്ചും കൂടെ കൂട്ടാനും ഒക്കെ പറ്റും കേട്ടോ ഇതിൽ. അപ്പോൾ അങ്ങനെ നമ്മളിതിലെല്ലാ ചെടിക്കും ലീഫെല്ലാം ഞാനൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടല്ലോ ബാൽക്കണി നോക്കിയപ്പോൾ ഒരു മഴ പെയ്ത് തോന്നുന്ന ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ബാൽക്കണി മൊത്തത്തിലൊന്ന് മാറ്റണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ പ്രോഡക്റ്റ്സ് നമ്മൾ വാങ്ങിക്കുമ്പം ഞാൻ നിങ്ങളെയും കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.